ഗർഭിണിയായ ഒരു സ്ത്രീ എന്തായാലും ചെയ്തിരിക്കേണ്ട ഒരു സ്കാനിംഗ് ആണ് അനോമലി സ്കാൻ. 5ാം മാസത്തിൽ ചെയ്യുന്ന ഈ അനോമലി സ്കാൻ നോർമൽ ആണെങ്കിൽ ബേബി 100% ഹെൽത്തി ആണെന്ന് അർത്ഥമുണ്ടോ? ഈ സ്കാനിങ്ങിലൂടെ എന്തൊക്കെ കാര്യങ്ങൾ കണ്ടെത്താം, എന്തൊക്കെ കാര്യങ്ങൾ കണ്ടെത്താൻ കഴിയില്ല എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. നമ്മൾ ആദ്യമേ അറിഞ്ഞിരിക്കേണ്ടത് കുട്ടിയുടെ ചുറ്റുമുള്ള ഫ്ലൂയിഡിന്റെ അളവ്, അതുപോലെ തന്നെ മദറിന്റെ ബറ്റേണൽ ഹാബിറ്റസ്, അതായത് ടൈപ്പ് ഓഫ് ഫാറ്റ്, കണ്ടന്റ് ഓഫ് ഫാറ്റ്, അതുപോലെ തന്നെ കുട്ടിയുടെ പൊസിഷനൊക്കെ അനോമലി സ്കാനിന്റെ റിപ്പോർട്ടിനെ വേരി ചെയ്യിപ്പിക്കാം. എന്നിരുന്നാലും ഒരു പരിധിവരെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഫിസിക്കൽ ആൻഡ് സ്ട്രക്ചറൽ ഡിഫോമിറ്റീസ് ഉണ്ട്. അതായത് നമ്മുടെ ന്യൂറൽ ട്യൂബുലാർ ഡിഫക്റ്റ്, ബ്രെയിനിലെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള അബ്നോർമാലിറ്റീസ്, അതുപോലെ തന്നെ സ്പൈനിലുള്ള ഡിഫക്റ്റുകൾ, അതുപോലെ തന്നെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ക്ലഫ്റ്റ് ലിപ്പുകൾ, സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഹാർട്ട് ഡിഫക്ട്സുകൾ, അതുപോലെ തന്നെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഓർഗൻസിൻ്റെ ആബ്സെൻസുകൾ, അതായത് കിഡ്നി, സ്റ്റൊമക് ബബിൾ, ബ്ലാഡർ തുടങ്ങി ഓർഗൻസിൻ്റെ ആബ്സെൻസുകൾ ഒരു പരിധിവരെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വലിയ വലുപ്പത്തിലുള്ള ട്യൂമറുകൾ, സിസ്റ്റിക് ഹൈഗ്രോമ പോലത്തുള്ള ട്യൂമറുകൾ, അതുപോലെ തന്നെ നീർക്കെട്ടുകളൊക്കെ നമുക്ക് ഈ സ്കാനിങ് വഴി കണ്ടുപിടിക്കാനായിട്ട് സാധിക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ സ്കാനിങ്ങിലൂടെ കണ്ടെത്താൻ സാധിക്കാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ ന്യൂറോളജിക്കൽ കണ്ടീഷൻസ്, അതായത് ഓട്ടിസം പോലുള്ള മാനസികമായിട്ടുള്ള അവസ്ഥകൾ, കുട്ടിയുടെ ബർത്തിലുണ്ടാകുന്ന ആക്സ്ഫിക്സിയ കാരണമുള്ള സെറിബ്രൽ പാൽസി പോലുള്ള കാര്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കില്ല. മറ്റൊരു കാര്യമാണ് നമ്മുടെ സെൻസറി ഇഷ്യൂസ്, അതായത് കാഴ്ചശക്തി അല്ലെങ്കിൽ കേൾവി ശക്തിയുമായി ബന്ധപ്പെട്ട തകരാറുകൾ നമുക്കിതിൽ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ നമ്മുടെ ജനറ്റിക് ഡിസോർഡേഴ്സ്, മസ്കുലാർ ഡിസ്ട്രോഫി പോലുള്ള ജനിതക രോഗങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മൈനർ ആയിട്ടുള്ള ഹാർട്ട് ഡിഫക്ട്സുകൾ, ലേറ്റ് മാനിഫെസ്റ്റിംഗ് കണ്ടീഷൻസ്, അതായത് നമ്മുടെ അനോമലി സ്കാനിന് ശേഷമോ അല്ലെങ്കിൽ ജനിച്ചതിന് ശേഷമോ മാനിഫെസ്റ്റ് ചെയ്യുന്ന കണ്ടീഷൻസ് നമുക്ക് ഈ സ്കാനിങ് വഴി കണ്ടുപിടിക്കാനായിട്ട് സാധിക്കില്ല. 2D, 3D, 4D എന്ന് പറഞ്ഞ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അനോമലി സ്കാനുകൾ അവൈലബിൾ ആണ്. ഇതിൽ 3Dയിലോട്ടും 4Dയിലോട്ടും പോകും തോറും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഡോക്ടേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സ്കാനിങ്ങുകൾ സഹായിക്കും. എന്നിരുന്നാലും ഈ സ്കാനിങ്ങുകൾ വഴി നമുക്കൊരു 70% പ്രോബ്ലംസ് മാത്രമാണ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഈ വീഡിയോ ഇൻഫോർമേറ്റീവായി തോന്നുകയാണെങ്കിൽ ഇത് യൂസ്ഫുൾ ആയിട്ടുള്ള ആളുകൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുത്തോളൂ.